നമസ്കാരം. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് തലപ്പൻ. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മറ്റൊന്നുമൊന്നുമില്ല. 2015 മുതൽ 2020 വരെയും ആലപ്പുഴ മുനിസിപ്പൽ കൗൺസിലറായി മംഗലം വാർഡിനെ പ്രതിനിധീകരിച്ചൊരു സ്വതന്ത്രനായി ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രകാരം കൗൺസിലറായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൗൺസിലറായിട്ടിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. എല്ലാം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത്, ഇതിനോടൊപ്പം ചില ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ കൗൺസിലറായി കഴിഞ്ഞപ്പോൾ അവിടെ നിരവധി റോഡുകൾ എനിക്ക് ഇടാൻ സാധിച്ചു എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഫണ്ട് വെച്ച് തന്നെയാണ് ഇടുന്നതെങ്കിലും ആ പദ്ധതി അവിടെ കൊണ്ടുവരാനും അത് നടപ്പിലാക്കാനും എൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ വെച്ച് പറയുമ്പോൾ അതൊരു വലിയൊരു അഭിമാനത്തോടെ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ പാർക്കുകൾ, അതേപോലെ തന്നെ ഹൈമാസ് ലൈറ്റുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ടുവന്നു. അത് ജനങ്ങൾ എനിക്ക് തന്ന പിന്തുണയും സപ്പോർട്ടുമാണ്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ നിർത്തി ജയിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചത് ജനങ്ങൾക്ക് വേണ്ടി. പക്ഷെ ഞാൻ പറയാൻ വരുന്നത് മറ്റൊന്നുമല്ല. നിങ്ങൾക്കറിയാം, അവിടെ ഒരു സായാഹ്ന വയോജന പാർക്കും പ്രതീക്ഷ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനും അതിൻ്റെ ഇപ്പുറത്ത് സഖാവ് സെബാസ്റ്റ്യൻ ചാരങ്കാട്ട് റോഡ് എന്നൊരു റോഡും ഒക്കെ വെച്ചുള്ളൊരു ബോർഡൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ നിരവധി റോഡുകളിട്ടപ്പോൾ ഞാൻ ആ റോഡുകൾക്ക് മംഗലത്തെ ഒരു റോഡിനും പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഓരോ റോഡുകൾക്കും ഓരോ പേര്, ഓരോ നാമം കൊടുത്തു. അത് മറ്റാരുടെയുമല്ല, നാട്ടിൽ തന്നെ ജനിച്ച് വളർന്ന, മരണപ്പെട്ട, അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ മരണത്തിന് കീഴപ്പെട്ട ഒരുപാട് അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ വലിയ വലിയ മനുഷ്യരുണ്ട് ആ വാർഡിൽ. എന്നുവെച്ചാൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന, ഞാൻ ജനിച്ചു വളർന്ന നാടിൽ. അപ്പോൾ അവരുടെ നാമോദയത്തിൽ അവരെ അനുസ്മരിച്ചുകൊണ്ട് ഓരോ റോഡുകൾക്കും പേര് കൊടുക്കുക എന്ന ആഗ്രഹത്തോടുകൂടി ആദ്യം ശ്രീ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതർ റോഡ്, അതിട്ടു ശ്രീ PM ആന്റണി അവറുകൾ റോഡ്, അത് കഴിഞ്ഞ് ശാർങ്ങാധരൻ റോഡ്, അത് കഴിഞ്ഞിട്ടാണ് സഖാവ് സെബാസ്റ്റ്യൻ ചാരങ്കാട്ട് റോഡ് ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ കൊടുത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ, നാട്ടിൽ വരും തലമുറ അറിയേണ്ട കുറേയധികം മനുഷ്യർ മൺമറഞ്ഞിട്ടുണ്ട്. അവരെ സ്മരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പോൾ ഈ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവത റോഡ് എന്ന് പറയുന്ന റോഡിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നതാണ്, ഇപ്പുറത്തോട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് സഖാവ് സെബാസ്റ്റ്യൻ ചാരങ്കാട്ട് റോഡ്. ഇപ്പം ഈ ചാരങ്കാട്ട് എന്ന പേര് അവിടെ ചേർക്കാൻ കാര്യമെന്ന് വെച്ചാൽ, അപ്പുറത്ത് സെബാസ്റ്റ്യൻ എന്ന കുഞ്ഞു ഭാഗവത് എന്ന് പറയുമ്പോൾ ഇവിടെയും സെബാസ്റ്റ്യൻ എന്ന റോഡ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നാമോദയത്തിലുള്ള പേരിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും ചേർത്തതാണ്. പക്ഷേ ഒരു വശം വെച്ച് നോക്കുമ്പോൾ ഈ വീട്ടുപേര് എൻ്റെയും വീട്ടുപേരായതുകൊണ്ട് അങ്ങനെയാണ് ഇട്ടതെന്ന് ചില തന്ത്രശാലികൾ അഭിപ്രചനം നടത്തി. സത്യത്തിൽ അങ്ങനെയല്ല. ചാരങ്കാട്ട് വീട്ടുപേരെന്ന് പറയുന്നത് മംഗലത്ത് എൻ്റെ മാത്രമല്ല, ഒട്ടനവധി വ്യക്തികളുടെ കുടുംബപ്പേര് ചാരങ്കാട്ടെന്ന. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിലൊരു കുടുംബം മാത്രമാണ് ഞാനും. ഇതെല്ലാവരും തമ്മിൽ കണക്റ്റഡുമല്ല, മനസ്സിലായില്ലേ? ബന്ധങ്ങൾ വെച്ച് നോക്കിയാൽ കുടുംബപ്പേര് മാത്രമേ ഉള്ളൂ, കണക്റ്റഡുമല്ല. പക്ഷേ കണക്റ്റഡ് ആയിട്ടുള്ളവരുമുണ്ട്, സ്വാഭാവികം. പക്ഷേ ഇവിടെ ഈ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് തന്നെ മുറിവിളി കൂട്ടിയ ചില വ്യക്തികൾ, ഇപ്പം ഞാൻ പൊതുവെ അഭിപ്രായം സ്വരൂപിച്ചിട്ടാണ്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന, സഖാബ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പുന്നപ്പുറ സമര പോരാളി, ഒരു പെൻഷനറാണ്. ആ സമരത്തിൻ്റെ ഭാഗമായ ശ്രീ BS അച്യുതാനന്ദ അവറുകളൊക്കെ ആയിട്ട് ഇന്ന് സംഘടിതമായിട്ട് പ്രവർത്തിച്ച, അതേപോലെ സ്വാതന്ത്ര്യ സമര സേനാനി, അങ്ങനെ നിരവധി കർമ്മ പദ്ധതികളിൽ ഭാഗമായിട്ടുണ്ട്, സ്വാതന്ത്ര്യ കർമ്മ പദ്ധതികളിൽ. അതോടൊപ്പം ഒരു രാഷ്ട്രീയ പൊതു സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന്, ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, വീടിനോട് ചേർന്ന് പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് നല്ലതെന്ന് പൊതുവെ ഒരു അഭിപ്രായം വന്നപ്പോൾ ആ അഭിപ്രായം മാനിച്ച് വാർഡ് സഭയിൽ നിന്ന് അംഗീകാരം വെച്ച് കൗൺസിലിൽ നിന്ന് അംഗീകാരം വെച്ച് വിട്ട പേരാണ്. പക്ഷെ ഇപ്പോൾ ആ പേര് മാറ്റി എന്ന് കാണുമ്പോൾ അതും
നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്മരിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഗാന്ധി റോഡെന്നും വേണ്ടിയിട്ടു. റോഡ് ആ പേര് ഇട്ടതിൽ യാതൊരുവിധ തെറ്റുമില്ല. പക്ഷെ ആ റോഡിന് ആ പേരിട്ടതിൽ അതെന്ത് കൊണ്ടാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗാന്ധിജിയോടുള്ള സ്നേഹം കൊണ്ട് ഇട്ടതല്ല. ഗാന്ധിജിയോടുള്ള സ്നേഹം കൊണ്ട് ഇടാനാണെങ്കിൽ അനവധി റോഡുകൾ മംഗലത്ത് ഇനിയും പേരില്ലാതെ നിൽക്കുന്നുണ്ട്. ആ റോഡുകൾക്കൊക്കെ ഇതിനേക്കാളും നല്ല വലിയ റോഡുകൾക്ക്, അപ്പോൾ ആ റോഡുകൾക്കൊക്കെ ഈ പേര് കൊടുക്കാം. പക്ഷെ പകരം ഈ സഖാവ് സെബാസ്റ്റ്യൻ ചാരങ്കാട്ട് റോഡിൻ്റെ പേര് മാറ്റിക്കൊണ്ട് ഈ പറയുന്ന ഗാന്ധി റോഡെന്ന് ഇടണമെന്ന് ആഗ്രഹിച്ചത് ആ കുടുംബത്തിനോട് വ്യക്തിവൈരാഗ്യമുള്ള ചില വ്യക്തികളുടെ കൂർമ്മബുദ്ധിയിൽ ഉദിച്ച തന്ത്രങ്ങളാണ്. പക്ഷെ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാര്യം അങ്ങനെ ബുദ്ധിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗാന്ധിജിയെ നമ്മൾ സ്മരിക്കുന്നു, ഗാന്ധിജിയെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ആരാധിക്കുന്നു ഒരു ഭാഗം വെച്ച് നോക്കിയാൽ. പക്ഷേ ഗാന്ധിജിയുടെ പേര് അവിടെ ചേർത്തതിൽ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചേർത്തതിൽ വലിയ സങ്കടത്തോടെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ റോഡുകൾ ഉൾപ്പെടെ വരുന്നതിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഇട്ട റോഡുകളാണ്. അപ്പോൾ ഒരു കൗൺസിലർ, അന്ന് ഇരുന്ന ഒരു കൗൺസിലർ എന്ന നിലയിൽ അങ്ങനൊരു പേര് ഇടാൻ വേണ്ടി അന്നത്തെ മുതിർന്ന ചില ആൾക്കാരുടെ നിർദ്ദേശവും, അതോടൊപ്പം ഞാൻ മത്സരിച്ചപ്പോൾ എന്നോടൊപ്പം ഓപ്പോസിറ്റ് മത്സരിച്ച രാഷ്ട്രീയ നേതാവ് ഈ കുടുംബത്തിന് വെച്ച ചില വാഗ്ദാനങ്ങളുണ്ട് രാഷ്ട്രീയപരമായിട്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്നാണ് ഞാനൊരു സ്വതന്ത്രനായിട്ട് ജയിച്ചിട്ട് പോലും ഈ പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ സമുന്നതനായ നേതാക്കന്മാരുടെ പേരുകൾ നാമകരണം ചെയ്തുകൊണ്ട് ഓരോ റോഡുകൾക്കും പേര് കൊടുത്തത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ വാർഡിൽ അറിയപ്പെടാതെ പോയ ഒരുപാട് നല്ല നല്ല മനുഷ്യരുടെ പേരിൽ ഈ റോഡുകൾ അറിയപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ എനിക്ക് വ്യക്തി താല്പര്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല. പക്ഷേ അത് 9 വർഷം റോഡിട്ട് ആ പേര് വന്നിട്ട് ഏകദേശം 8 വർഷം ആകുന്നു. ഈ 8 വർഷത്തിനിടയിൽ ആ പേരിനോട് മാറ്റണമെന്നൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അത് പേര് മാറ്റണമെന്ന് പറഞ്ഞാൽ പേര് മാറ്റി എന്നത് കാണുമ്പോൾ അത് ഒരുപറ്റം ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് മാറ്റിയത്. എല്ലാവരും അതിൻ്റെ അകത്ത് അനുകൂലിച്ചിട്ടാണോ മാറ്റിയെന്നറിയില്ല. പക്ഷേ വാർഡ് സഭയിൽ നിർദ്ദേശം വന്നുകൊണ്ട് കൗൺസിലിൽ വെച്ച് ചർച്ച ചെയ്തത്, വാർഡ് സഭയിൽ ഇങ്ങനൊരു നിർദ്ദേശം പൊതുവായി വന്നതിൻ്റെ പ്രകാരം പോയ നിർദ്ദേശമൊന്നുമല്ല. ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യം, വൈരാഗ്യ താല്പര്യം നടപ്പിലാക്കാൻ കൂടിയാണെന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പേര് പറയാൻ പേടിച്ചിട്ടൊന്നുമല്ല, പേര് പറയേണ്ട സാഹചര്യം ഉണ്ട് ഇനി. അപ്പോൾ ഞാൻ പറയാം. കാര്യം ഇത് എന്താ പറയുക, ഈ കാലചക്രം ഉരുണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിവിടെയൊന്നും അവസാനിക്കുന്നില്ലല്ലോ. നമ്മൾ ആയുസ്സും ആരോഗ്യമുണ്ടെങ്കിൽ ഈ കാലചക്രത്തിൽ നമ്മളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. പക്ഷേ ഈ കൂർമ്മബുദ്ധി ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാട്ടിൽ അറിയപ്പെടേണ്ട വ്യക്തികളുടെ പേരുകളിൽ ഇട്ട റോഡുകൾ മാറ്റി അതിനേക്കാളും പേര് കേട്ട ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രപിതാവിൻ്റെ പേര് ചേർത്തപ്പോൾ ഒട്ടനവധി റോഡുകൾക്ക് പേരില്ലാതെ നിൽക്കുമ്പോൾ അതിനൊന്നും ഇടാതെ ഈ റോഡിന് പേരിട്ട കൂർമ്മബുദ്ധി എന്തുകൊണ്ട് എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാലം വിദൂരമല്ല. അത്രയും ഞാൻ പറയുന്നില്ല. അതാണ് നമ്മുടെ കാലചക്രം ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനിയും കാണാം. എന്തായാലും ഇതിനോടൊപ്പം ഞാൻ കുറച്ച് വിഷ്വൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഈ വിഷ്വലുകളൊക്കെ കാണുമ്പോൾ അറിയാം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫോട്ടോസ്, അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം ആ പഴയ ബോർഡ്, ഇപ്പോൾ പുതിയതായിട്ട് വെച്ച ബോർഡ്, ഇതെല്ലാം ഞാൻ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ കൗൺസിലറായിട്ട് ഇരുന്ന സമയത്ത് ആദ്യം തന്നെ ഞാൻ നിർമ്മിച്ച പാർക്കിൽ അനധികൃതമായ രീതിയിലുള്ള പരിപാടി നടത്തി. ഞാൻ മുഖാന്തരം നിർമ്മിച്ച അംഗനവാടി, അതിൻ്റെ പേര്, എൻ്റെ പേരുണ്ടായിരുന്ന അത് പറിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞാൻ അന്ന് കൗൺസിലായിരുന്ന കാലഘട്ടത്തിൽ പേര് നാമകരണം ചെയ്ത റോഡിൻ്റെ പേര് പോലും മാറ്റി. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സമൂഹം ഒറ്റടങ്കം എന്നെ ഒറ്റപ്പെടുത്തുന്നത് വരെയും ഞാൻ ഈ സാമൂഹിക പൊതുപ്രവർത്തന മേഖലയിൽ സജീവമായി ഉണ്ടാവും. അത് ജനപ്രതിനിധി ആകണമെന്നോ ആകണ്ടെന്നോ എന്നൊന്നുമല്ല. ജനങ്ങൾ എന്ത് അധികാരം തരുന്നു ആ അധികാരം ഉപയോഗിച്ച് അവരെ ഒരാളായിട്ട് അവർക്ക് വേണ്ടി നിലകൊള്ളും. പക്ഷെ ചില തന്ത്രശാലികളിലും കൂർമ്മബുദ്ധിക്കാരുടെയും കുതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കാനോ തലകുനിക്കാനോ ഭയപ്പെടാനോ പോകുന്നില്ല. അപ്പോൾ കാലചക്രം ഉരുണ്ടുകൊണ്ടേയിരിക്കുന്നു. നമുക്കിനിയും ആയുസ്സും ആരോഗ്യമുണ്ട്. ഉണ്ടാകട്ടെ. കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ. നന്ദി.
ഷോർട്ടാക്കി. എല്ലാം സെറ്റാക്കി വീഡിയോ എടുക്കാം. മൊത്തം ലക്ഷം ഓട്ടിയാത്രയുണ്ട്. സ്ഥാനാർത്ഥിയുടെ ആരോപ്പില്ല. പേര് മാറ്റി അങ്ങോട്ട് കൊറയിട്ട്